ഞാൻ നിങ്ങളുടെ മുമ്പിൽ എത്തിയിരിക്കുന്നത് ഒരു സ്പെഷ്യൽ പുതിയ റെസിപ്പി ആയിട്ടാണ്. ഇതൊരു റാസ് ഒറിജിനൽ റെസിപ്പിയാണ്, ചിക്കൻ ഡബ് സ്മാഷ്. പേര് കേൾക്കാൻ തന്നെ നല്ല രസമില്ലേ? ഇതൊരു സ്മാഷ് ഹിറ്റായിരിക്കും. നിങ്ങളെല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. നല്ലൊരു ഡിഫറെൻറ്റ് ഫ്ലേവർ ആയിട്ടുള്ളൊരു ചിക്കൻ ഡിഷാണിത്. ഇത് നമുക്ക് ചോറിൻ്റെ കൂടെയും സെർവ് ചെയ്യാം, നമുക്ക് സ്റ്റാർട്ടറായിട്ട് സാലഡിൻ്റെ മുകളിൽ അല്ലെങ്കിൽ ആപ്പറ്റൈസറായിട്ട് സെർവ് ചെയ്യാം. വളരെ ഡിഫറെൻ്റ് ആയിട്ടുള്ളൊരു പ്രത്യേക രുചിയുള്ള ചിക്കൻ ഐറ്റമാണ്. നമ്മൾ ഹോട്ടൽസിലൊക്കെ പോകുമ്പോൾ സ്റ്റാർട്ടേഴ്സൊക്കെ ഓർഡർ ചെയ്യൂലേ, അതൊക്കെ പോലെ നല്ല ടേസ്റ്റുള്ളൊരു ചിക്കൻ ഡിഷാണ്. നിങ്ങൾ എൻ്റെ വീഡിയോസ് സ്ഥിരമായിട്ട് കാണുന്നവരെല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കണം, എന്നിട്ട് വിവരം അറിയിക്കണം. അപ്പോൾ ഇതിനു വേണ്ടി നമ്മൾ 600 grams ബോൺലെസ് ചിക്കൻ എടുത്തിട്ടുണ്ട്. ചെറിയ പീസായിട്ട് മുറിച്ച് കഴുകി ഡ്രെയിൻ ചെയ്ത് ഒരു ബൗളിലേക്ക് ഇട്ടു. അതിൻ്റെ ഒപ്പം ഒരു മുട്ട ചേർത്തു. പിന്നെ 1/2 കപ്പ് കപ്പപ്പൊടി ടാപ്പിയോക്ക ഫ്ലവർ ചേർത്തിട്ടുണ്ട്. പിന്നെ 3/4 ടീസ്പൂൺ കുരുമുളക് പൊടി, 3/4 ടീസ്പൂൺ ഉപ്പ്, അതിന് കൂടെ ഒരു 1/4 ടീസ്പൂൺ ഉണക്കമുളക് ചതച്ചത് അല്ലെങ്കിൽ ചില്ലി ഫ്ലേക്സ് ആയിട്ട് വാങ്ങിക്കാൻ കിട്ടുന്നത്, അതും കൂടി ചേർത്ത് നന്നായി ഒന്ന് പരത്തി മാറ്റി വയ്ക്കാം. മറ്റൊരു ബൗളിലേക്ക് നമുക്ക് കപ്പപ്പൊടി വീണ്ടും ചേർക്കണം. ഇവിടെ ഒരു 1/2 കപ്പ് ടാപ്പിയോക്ക ഫ്ലവർ, അതിൻ്റെ കൂടെ 1/2 കപ്പ് കോൺഫ്ലവർ, ഇത് രണ്ടും കൂടി മിക്സ് ചെയ്തിട്ടാണ് ചേർക്കുന്നത്. പിന്നെ ഇതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ ഉപ്പ്, 1/2 ടീസ്പൂൺ കുരുമുളക്, ഇതെല്ലാം ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് മാറ്റി വയ്ക്കണം. ഇത് നമ്മുടെ ചിക്കൻ മുക്കിയെടുക്കാൻ വേണ്ടിയിട്ടുള്ളതാണ്. അപ്പോൾ ഇവിടെ എണ്ണ ചൂടാവുന്നുണ്ട്. സൺഫ്ലവർ ഓയിലാണ് ഉപയോഗിക്കുന്നത്. ചെറിയ ചീനച്ചട്ടിയാണ് ഉപയോഗിക്കുന്നത്, എണ്ണ കുറവ് ഉപയോഗിക്കാൻ വേണ്ടിയിട്ട്. നമ്മൾ ബാച്ചസ് ആയിട്ട് ഫ്രൈ ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് എണ്ണ ചൂടാവുന്നുണ്ട്. ആ സമയത്ത് നമുക്ക് 3 ടേബിൾ സ്പൂൺ ഗാർലിക് നന്നായി കൊത്തി അരിയണം. ഇതുപോലെ ചോപ്പ് ചെയ്യണം, ഫൈനലി ചോപ്ഡ് ആയിരിക്കണം. ഇവിടെ പ്രത്യേകിച്ചും ശ്രദ്ധിക്കേണ്ടത് ചതച്ച അല്ലെങ്കിൽ പൗണ്ട് ചെയ്ത ഗാർലിക് ആയിരിക്കരുത്, അതുപോലെ ഗാർലിക് പേസ്റ്റ് ആയിരിക്കരുത്. ഇതുപോലെ തന്നെ ഫൈനലി ചോപ്ഡ് ആയിരിക്കണം. പിന്നെ നല്ല എരിവുള്ള ചെറിയ ഇതുപോലത്തെ ചുവന്ന മുളക്, കാന്താരി മുളകായാലും നല്ലതാണ്, അതൊരു ടേബിൾ സ്പൂൺ, അല്ലെങ്കിൽ എരിവിനനുസരിച്ച്. പക്ഷെ ഇതിന് ആ ഒരു എരിവ് നല്ലതാണ് ഈ ഡിഷിന്. അപ്പോൾ ഇവിടെ എണ്ണ ചൂടായിക്കൊണ്ടിരിക്കുകയാണ്. നമ്മൾ ഇനി ഓരോ പീസ് ചിക്കൻ പരട്ടി വെച്ചിരിക്കുന്ന ചിക്കൻ നമ്മുടെ ഫ്ലവർ ബൗളിലേക്ക് ഡിപ്പ് ചെയ്ത് അതൊന്ന് ലൈറ്റായിട്ട് കോട്ട് ചെയ്തിട്ട് പിന്നെ ഒരു അരിപ്പ പാത്രമോ അല്ലെങ്കിൽ സ്ട്രെയിനിലേക്ക് എടുത്ത് മാറ്റാൻ പോവാണ്. അപ്പോൾ ആ എക്സസ് ഉള്ള പൊടി താഴത്തേക്ക് വീണോളും. അപ്പോൾ ഇവിടെ പ്രത്യേകിച്ചും നോക്കേണ്ടത് ഓരോ പീസ് എടുത്തിട്ട് നമ്മുടെ ഫ്ലവറിൽ മുക്കിയിട്ട് വേണം എടുക്കാൻ. ഒരുമിച്ച് ഫ്ലവറിലേക്ക് കുറേ എണ്ണ ഇട്ടാൽ ഫ്ലവർ നനഞ്ഞു പോയി കട്ടകൾ വീഴും. അപ്പോൾ അങ്ങനെ ചെയ്യരുത്. ഓരോ പീസ് മുക്കി 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 ഇതുപോലെ ഒരു ബാച്ച് റെഡി ആകുമ്പോൾ നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാം. എണ്ണയിലേക്ക് ഇടുമ്പോഴും ഇതുപോലെ തന്നെ 1-2 പീസ് ഒരു സമയത്ത് ഇടാവൂ. ഒരുമിച്ച് ഇടാണ്ടിരിക്കണം, അല്ലെങ്കിൽ അത് ഒരുമിച്ച് ഒട്ടിപ്പിടിച്ച് കട്ട പിടിക്കും. പിന്നെ അത് പിടിക്കാൻ നോക്കുമ്പോൾ നമ്മുടെ ആ നല്ല കോട്ടിങ് പൊട്ടിപ്പോവും. അതുകൊണ്ട് ഓരോ പീസ് അല്ലെങ്കിൽ 2 പീസ് വെച്ചിട്ട് എണ്ണയിലേക്ക് ഇടാവൂ. എണ്ണയിലേക്ക് ഇട്ടതിന് ശേഷം 1 മിനിറ്റ് ഇത് എനക്കരുത്, അവിടെ കിടന്ന് മീഡിയം ഫ്ലെയിമിൽ ഫ്രൈ ആവണം. ഇതുപോലെ നല്ലൊരു സിസിൽ ഉണ്ടാവണം. 1 മിനിറ്റ് കഴിഞ്ഞിട്ട് ഇതൊന്ന് ഇണക്കി കൊടുക്കാവൂ, അല്ലെങ്കിൽ നമ്മുടെ ആ ക്രസ്റ്റ് പൊട്ടിപ്പോവും. അപ്പോൾ 1 മിനിറ്റ് കഴിഞ്ഞിട്ട് നമുക്കിതൊന്ന് തിരിച്ചും മറിച്ചും കൊടുക്കാം. പീസസൊക്കെ ഒന്ന് എനിക്ക് സ്റ്റർ ചെയ്ത് കൊടുക്കാം. ഇപ്പോഴേക്കും ആ ക്രസ്റ്റ് ഒന്ന് ഹാർഡനായി തുടങ്ങിയിട്ടുണ്ടാവും. ഇനി ഈ ചിക്കൻ ഒന്ന് വേവാനൊരു 2-3 മിനിറ്റ് മതി. അപ്പോൾ ടോട്ടൽ ടൈം ഒരു 4 മിനിറ്റിൽ കുറവ് മതിയാവും ഓരോ ചെറിയ ബാച്ച് ചിക്കൻ ഫ്രൈ ചെയ്യാൻ. ഈ ചിക്കൻ ഡാർക്ക് ബ്രൗൺ ഒന്നും ആവില്ല, കാരണം നമ്മൾ കപ്പപ്പൊടിയും കോൺഫ്ലവർ അല്ലേ ഇതിന് യൂസ് ചെയ്യുന്നത്. മൈദ ഉപയോഗിക്കുന്ന പോലെ ഡാർക്ക് ബ്രൗൺ ആവില്ല, ഈ ഒരു ലൈറ്റ് ഗോൾഡൻ കളർ തന്നെ ആയിരിക്കും. കൂടുതൽ ഫ്രൈ ചെയ്യാണ്ട് നോക്കണം, അല്ലെങ്കിൽ ചിക്കൻ്റെ ടേസ്റ്റ് പോകും. അപ്പോൾ അതങ്ങനെ ബാച്ചായിട്ട് ഞാനൊരു 3 ബാച്ചസ് ആയിട്ട് ഫ്രൈ ചെയ്തെടുത്ത് ഇത് മുഴുവൻ ഫ്രൈ ചെയ്തിട്ട് മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി ഇവിടെ ഒരു കപ്പിൽ 1/2 കപ്പ് നല്ല കട്ടിയുള്ള തൈര്, കൂടുതൽ പുളിയുള്ള തൈര് ഉപയോഗിക്കരുത്. ഇതിലേക്ക് 1/2 ടീസ്പൂൺ
കോൺഫ്ലവർ 1/2 ടീസ്പൂൺ, കാശ്മീരി മുളക് പൊടി 1 ടീസ്പൂൺ, ബട്ടർ, ഇതൊക്കെ ചേർത്ത് ഇനി ഇത് നന്നായിട്ടൊന്ന് അടിച്ചെടുക്കാൻ പോവുകയാണ്. നല്ല സ്മൂത്തായിട്ട് കിട്ടണം. കട്ടകളൊക്കെ പോയി ആ തൈര് നന്നായി ബീറ്റ് ചെയ്ത് വെക്കണം. അപ്പോൾ അത് മാറ്റി വെക്കാം. അപ്പം നമ്മൾ ഇനി എന്താ ചെയ്യാൻ പോകുന്നത്, നല്ലൊരു സോസ് പോലത്തെ ഗ്രേവി ഉണ്ടാക്കിയിട്ട് അതിലേക്ക് ചിക്കൻ ഇട്ടിട്ട് കുക്ക് ചെയ്യും. അപ്പോൾ ഈ ഫ്രൈ ചെയ്ത എണ്ണ തന്നെ ഉപയോഗിക്കണം. ഒരു നോൺ സ്റ്റിക്ക് പാനിലേക്ക് ഫ്രൈ ചെയ്ത എണ്ണ ഒരു 2-3 ടേബിൾ സ്പൂൺ ആഡ് ചെയ്യാം. ഇതിലേക്ക് ഇനി 2 കൈ നിറയെ കറിവേപ്പില എത്ര ഇടും അത്രയും ടേസ്റ്റ് കൂടും. ഇനി കറിവേപ്പില ഇട്ടതിന് ശേഷം ആ കറിവേപ്പിലയുടെ നല്ല മണം കിട്ടണം നമുക്ക്. അത് മൂത്ത് നല്ല സ്മെല്ല് വന്നതിന് ശേഷം നമുക്ക് ചോപ്പ് ചെയ്ത് വെച്ചേക്കണ ഗാർലിക് ആഡ് ചെയ്യാം. ഗാർലിക് ആഡ് ചെയ്യുമ്പോൾ തീ കുറയ്ക്കാം, അല്ലെങ്കിൽ തീ ഓഫ് ചെയ്യാം. കാരണം ഗാർലിക് തീരെ ബ്രൗൺ ആയി പോകരുത്. ശ്രദ്ധിച്ചില്ലെങ്കിൽ പെട്ടെന്ന് കരിഞ്ഞു പോകും. ഗാർലിക്കിൻ്റെ ഒപ്പം നമ്മൾ ചോപ്പ് ചെയ്ത് വെച്ച റെഡ് ചില്ലിയും കൂടി ആഡ് ചെയ്യുന്നുണ്ട്. ഇതിന് ചുമന്ന മുളകാണ് ഏറ്റവും നല്ലത്, ആ ഒരു കളർ വ്യത്യാസം വരാനും. പറഞ്ഞ പോലെ കാന്താരി മുളക് ഉണ്ടെങ്കിൽ അത് ഉപയോഗിക്കാം. ഇനി ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ ബട്ടർ ഇപ്പോൾ ചേർക്കുന്നുണ്ട്. പിന്നീടും കുറച്ച് ബട്ടർ ആവശ്യം വരും. ഇനി ഇതിലേക്ക് ബട്ടർ മെൽറ്റ് ചെയ്ത ഉടനെ നമുക്ക് അടിച്ചു വെച്ചിരിക്കുന്ന തൈര് മിക്സ്ചർ ആഡ് ചെയ്യണം. എന്നിട്ട് നന്നായി സ്പീഡിൽ ഇളക്കി കൊടുക്കണം. ഇപ്പോൾ തീ കൂട്ടിയാണ് വെച്ചിരിക്കുന്നത്. അപ്പോൾ ഈ സോസ് ഒന്നും നമുക്ക് ഒരു പതിഞ്ഞ് വരണം, ഒരു ഭയങ്കര ക്രീമി ആയിട്ട് കിട്ടണം. അതിനു വേണ്ടി ഇപ്പോൾ 1 ടീസ്പൂൺ ബട്ടറും കൂടി ചേർക്കണം ഈ സ്റ്റേജിൽ. എന്നിട്ട് നമുക്ക് 1 കപ്പ് പാലൊഴിച്ച് പെട്ടെന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം. തീ കൂട്ടി തന്നെയാണ് വെച്ചിരിക്കുന്നത്. പാലൊഴിച്ച് നന്നായി ഒന്ന് മിക്സ് ചെയ്ത്, അപ്പോൾ ഇതൊന്ന് തിളയ്ക്കാൻ തുടങ്ങുമ്പോഴേക്കും നമുക്ക് ആ ഫ്രൈ ചെയ്ത എണ്ണയിൽ നിന്ന് ഒരു ശകലം എണ്ണ, 1 ടീസ്പൂൺ എണ്ണ മതി, അത് ഒഴിക്കണം. ഇത് ആ ക്രീമി എഫക്റ്റ് വരാനാണ്. ബട്ടറും ആ ഓയിലും ഈ മിക്സ്ചറൊക്കെ കൂടി ആകുമ്പോൾ ഇത് ഭയങ്കര ക്രീമി ആയി കിട്ടും. പിന്നെ 1/2 കപ്പ് പാലിലേക്ക് 1 ടീസ്പൂൺ കോൺഫ്ലവർ ഒഴിച്ച് അതൊന്ന് മിക്സ് ചെയ്തിട്ട് നമ്മളിത് ചേർക്കുന്നുണ്ട്. ഒന്ന് കട്ടി വെക്കാനാണ്. ഇതൊന്ന് മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം നമുക്ക് നമ്മുടെ ചിക്കൻ ആഡ് ചെയ്യാം. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇത് ഇനി ആ ഗ്രേവിയിൽ കിടന്നിട്ട് ഒന്ന് കുക്കാവണം. നല്ലോണം മിക്സ് ചെയ്ത ആ ഗ്രേവി സോക്ക് ചെയ്തൊക്കെ തുടങ്ങി കഴിഞ്ഞതിന് ശേഷം നമുക്ക് ഇതിലേക്കൊരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, അതേക്കാളും കൂടരുത്, ഇതും കൂടി ഒന്ന് നന്നായി മിക്സ് ചെയ്ത് കൊടുക്കാം. നല്ലൊരു മണമാണ് ഈ ഡിഷ് ഉണ്ടാക്കുമ്പോൾ. ആ കറിവേപ്പിലയും മുളകിൻ്റെ ഒക്കെ നല്ലൊരു മണമാണ്. ഇപ്പോൾ 1 ടീസ്പൂൺ നമ്മുടെ ചതച്ച ഉണക്കമുളക്, ചില്ലി ഫ്ലേക്സ് ആഡ് ചെയ്ത് കൊടുക്കാം. എരിവൊക്കെ നിങ്ങളുടെ പാകത്തിനനുസരിച്ച് അഡ്ജസ്റ്റ് ചെയ്തോളൂ. ചിലർക്ക് നല്ല എരിവ് ഇഷ്ടമാണ്. പിന്നെ ഏറ്റവും അവസാനം വൈറ്റ് പെപ്പർ പൗഡർ, ബ്ലാക്ക് പെപ്പർ അല്ല, വൈറ്റ് പെപ്പർ പൗഡർ, അതൊരു 1/4 ടീസ്പൂൺ അത് ചേർത്ത് നന്നായി മിക്സ് ചെയ്ത് കൊടുത്താൽ ഇത് സെർവ് ചെയ്യാൻ റെഡി ആയിട്ടുണ്ട്. നമ്മുടെ ക്രീമി ചിക്കൻ ഡബ് സ്മാഷ് റെഡി ആയിട്ടുണ്ട്. പ്ലേറ്റിങ്ങിന് വേണ്ടി ഞാനൊരു പ്ലേറ്റിൽ ലെറ്റസ് ലൈൻ ചെയ്തിട്ടുണ്ട്. അതിലേക്ക് ഇട്ട് സെർവ് ചെയ്യാൻ പോവുകയാണ്. ചോറ് ഞാൻ റൈസ് കുക്കറിൽ ഇടട്ടെ, ഒന്ന് പാപ്പാക്ക് ചായ കൊടുക്കട്ടെ കേട്ടാ. എൻ്റെ മക്കൾക്ക് ഇത് വളരെ ഇഷ്ടപ്പെട്ടൊരു ഡിഷാണ്. നിങ്ങളെല്ലാവരും ട്രൈ ചെയ്ത് നോക്കുന്നു വിചാരിക്കുന്നു. നിങ്ങൾ ഉണ്ടാക്കി നോക്കുകയാണെങ്കിൽ എന്നോട് തീർച്ചയായിട്ടും പറയണം. എന്നാലേ ഇതുപോലത്തെ പുതിയ റെസിപ്പീസ് ആയിട്ട് ഇടയ്ക്ക് വരാൻ ഒരു ഇതുണ്ടാവുള്ളൂ. അപ്പോൾ ട്രൈ ചെയ്യണമെങ്കിൽ ഉറപ്പായിട്ടും പറയണം. നല്ലൊരു വെറൈറ്റി ഡിഫറെൻറ്റ് ഡിഷാണ് ചിക്കൻ ഡബ് സ്മാഷ്. അപ്പോൾ അടുത്ത പ്രാവശ്യം ഒരു നല്ല റെസിപ്പി ആയിട്ട് വരുന്നത് വരെ താങ്ക്സ് ഫോർ വാച്ചിങ് ആൻഡ് ബൈ ഫ്രം ഷാന.
പിന്നെ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യണം. അതുപോലെ വീഡിയോസ് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഷെയർ ചെയ്യാൻ മറക്കരുത്, കമൻറ്റ് ചെയ്യാൻ മറക്കരുത്, ലൈക്ക് ചെയ്യാൻ മറക്കരുത്.